അതിൽ ഒരു ഇഡിയമാണ് വി വിൽ ഗോ ഡച്ച്. ഐ ആം ഡച്ച് സ്ട്രോങ്. അതായത് സ്മോളൊക്കെ അടിച്ച് ഒരു 3 അടിച്ച് നല്ല നാട്ടിലൊക്കെ പുറത്തൊക്കെ പ്രത്യേകിച്ച് ഞാൻ പണ്ട് UK പോയപ്പോൾ ഞാൻ കണ്ടതാണ്. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ബില്ല് വരുമ്പോൾ ഹലോ നമസ്കാരമുണ്ട്, ശുഭമാണേ, വെൽക്കം ടു ഓറ കരിയർ ഗൈഡൻസ് യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് അല്ലേ. ഓറ കരിയർ ഗൈഡൻസ് എന്ന സ്ഥാപനം എഡ്യൂമൈൽസ്റ്റോൺസിൻ്റെ ചാനൽ പാർട്ട്നേഴ്സാണ്. എഡ്യൂമൈൽസ്റ്റോൺസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഓറ കരിയർ ഗൈഡൻസ് എന്ന ഈ സ്ഥാപനത്തിൻ്റെ ഇമെയിൽ ഐ ഡിയും വെബ്സൈറ്റും പിന്നെ ഷിബുവിൻ്റെ പേഴ്സണൽ മൊബൈൽ നമ്പറും ഈ വീഡിയോയോടൊപ്പം ഞാൻ കൊടുക്കുന്നു. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ സ്ട്രീം ചെയ്യുന്ന എല്ലാ വീഡിയോസും ഓറ കരിയർ ഗൈഡൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാം. അതിനു പുറമെ ഫേസ്ബുക്കിൽ കാണാം, ലിങ്ക്ഡിനിൽ കാണാം, പിന്നെ ഇൻസ്റ്റഗ്രാമിലും കാണാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒരുപാട് പേര് കാണുന്നുണ്ട്, അവർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയോടൊപ്പം ഞാൻ കുറച്ച് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് കൂടി വയ്ക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്നെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിലോ നേരിട്ട് ഞാനുമായി ബന്ധപ്പെടാം. ഓക്കെ, അത് ഈ വീഡിയോൻ്റെ മിഡിൽ സെക്ഷനിലാണ് ഞാനത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് സ്റ്റഡി അബ്രോഡ് യൂണിവേഴ്സിറ്റീസ്, അത് കാരണം ഞാൻ ഇടാൻ കാരണം +2 റിസൾട്ട്സ് പ്രോബബ്ലി ബൈ മെയ് അത് ഇതാവും, റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള സ്റ്റുഡൻസിന് അത് കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡച്ച് ഒരു കൺട്രിയാണ്. ഇപ്പോഴത്തെ നെതർലാൻഡ്സാണ് ഡച്ച്. അവിടെ സംസാരിക്കുന്ന ഭാഷയാണ് ഡച്ച് ഭാഷ. പക്ഷേ ഇംഗ്ലീഷിൽ ഒരുപാട് ഇഡിയംസ് ഡച്ചായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഇഡിയംസ് ഉണ്ട്. അതിൽ ഒരു ഇഡിയമാണ് വി വിൽ ഗോ ഡച്ച്. അതായത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഡിന്നർ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോരുത്തരും ഷെയർ ഇട്ടിട്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് വി വിൽ ഗോ ഡച്ച് എന്ന് പറയുന്നത്. അവനവൻ്റെ ഷെയർ ഇട്ടിട്ട് രീതിയിലാണ് വി വിൽ ഗോ ഡച്ച് എന്ന് പറയുന്നത്. അവനവൻ്റെ ഷെയർ ഇട്ടിട്ട് നമുക്ക് ബില്ല് പേ ചെയ്യാം. ഒരാൾ മാത്രം ബില്ല് പേ ചെയ്യണ്ടല്ലോ, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഷെയർ അനുസരിച്ച് ഡിവൈഡ് ചെയ്യാം. അതാണ് വിൽ ഗോ ഡച്ച് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഇഡിയമാണ് ഐ ആം ഡച്ച് സ്ട്രോങ്. അതായത് സ്മോളൊക്കെ അടിച്ച് ഒരു 3 അടിച്ച് നല്ല ഫിറ്റാകുമ്പോൾ നമുക്കൊരു ഓവർ പവറിങ്, ഒരു നല്ല മൂഡൊക്കെ നല്ല കിക്കാകുമ്പോൾ നല്ല മൂഡാകുമ്പോൾ നമ്മൾ പറയില്ലേ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എത്ര അടിച്ചാലും ഞാൻ നല്ല സ്ട്രോങ്ങാണ്. അപ്പോൾ വേണമെങ്കിൽ പറയാം ഐ ആം ഡച്ച് സ്ട്രോങ്. പിന്നെ ഈ ബില്ലിൻ്റെ കാര്യം നമ്മുടെ നാട്ടിലൊക്കെ പുറത്തൊക്കെ പ്രത്യേകിച്ച് ഞാൻ പണ്ട് UK പോയപ്പോൾ ഞാൻ കണ്ടതാണ്. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ബില്ല് വരുമ്പോൾ ആ വെയിറ്റർ ആർക്കാണ് ബില്ല് കൊടുക്കുന്നത് അവൻ്റെ ദുരിതമായിരിക്കും. ഹി വിൽ ഹാവ് ടു പേ ദി എൻറ്റയർ മണി. പുറത്തൊന്നും അങ്ങനെയല്ല. ദേ വിൽ പ്രോബബ്ലി അവരെപ്പോഴും ഡിവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരാളുടെ തലയ്ക്ക് മാത്രം ഇടുന്ന ഒരു സംഭവമല്ല. അത് ഈക്വലായിട്ടോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടോ ഡിവൈഡ് ചെയ്യുന്നൊരു രീതിയാണ് വിൽ ഗോ ഡച്ച് എന്ന് പറയുന്നത്. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.